ഉന്തി നിൽക്കുന്ന കണ്ണുകൾ. ഇത്തരം കണ്ണുകൾ മുഖത്തെ മറ്റേതൊരു അവയവത്തേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നു. ഉന്തി നിൽക്കുന്നത് തന്നെയാണ് ഇതിന് കാരണം. ഇത് കുറയ്ക്കുന്നതിനായി മിതമായും കടുത്തതുമായ നിറങ്ങളിലുള്ള ഐ ഷാഡോ ഉപയോഗിക്കാവുന്നതാണ്. ചുവട്ടിലെ കൺപീലികളിൽ ഒരു കോണിൽ നിന്നും മറുകോണിലേക്ക് ഐലൈനർ ഉപയോഗിച്ച് വരച്ച് ഇത്തരം കണ്ണുകളുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാവുന്നതാണ്. കൺമടക്കാൽ മൂടപ്പെട്ട കണ്ണുകൾ, ഹൂഡഡ് ഐസ്. താരതമ്യേന വലിപ്പമേറിയ കൺമടക്കുകളാൽ ഇത്തരത്തിലുള്ള കണ്ണുകൾ ഭാഗികമായി മൂടപ്പെട്ടിരിക്കും. പുരികങ്ങൾക്ക് രൂപഭംഗി നൽകുകയും കൺപീലികളുടെ ചുവട്ടിൽ ഐലൈനർ കൊണ്ട് വരയ്ക്കുകയും ചെയ്താൽ കണ്ണുകൾക്ക് സൗന്ദര്യം വർദ്ധിക്കുകയും ആകർഷകമാകുകയും ചെയ്യും. ഇത്തരത്തിലുള്ള കണ്ണുകളുടെ ഭംഗി മെച്ചപ്പെടുത്തുന്നതിനായി മടക്കുകളിലും മുടിയിരിക്കുന്ന വശങ്ങളിലും മിതമായതോ കടുത്തതോ ആയ നിറങ്ങളിലുള്ള ഐ ഷാഡോ ഇടുക. ഇളം നിറത്തിലുള്ള ഷാഡോ പുരികത്തിന്റെ കീഴ്ഭാഗത്തും കണ്ണിന്റെ ഉൾക്കോണുകളിലും നേർത്ത രീതിയിൽ നൽകുക. മുകളിലെ കൺപീലുകളുടെ ചുവട്ടിലായി ഐലൈനർ കൊണ്ട് നേർത്ത വര നൽകുക. ഇത്തരത്തിൽ ചെയ്യുമ്പോൾ കണ്ണുകൾ കൂടുതൽ തുറന്നതായി കാണപ്പെടും. മുകളിലെ കൺപീലികളിൽ മസ്കാര പൂശുക. കൺപോളകളിൽ ഷാഡോ നൽകുമ്പോൾ താഴെ നിന്നും മുകളിലേക്ക് പോകുമ്പോൾ നേർപ്പിച്ചു പോകാൻ ശ്രദ്ധിക്കണം. കുഴിഞ്ഞു താഴ്ന്ന കണ്ണുകൾ. ഇത്തരം കണ്ണുകൾക്ക് ചില പ്രത്യേകതരം മേക്കപ്പ് ഉപയോഗിച്ച് അവയുടെ ന്യൂനത പരിഹരിക്കാനാകും. കൺപോളയിലുള്ള മടക്കുകളും കൺപീലുകളുടെ ചുവടും കണ്ണ് ഉള്ളിലേക്ക് വലിഞ്ഞിരിക്കുന്നതു കാരണം മറഞ്ഞിരിക്കുന്നതായാണ് കാണാൻ സാധിക്കുന്നത്. ഇവയുടെ രൂപഭംഗി വർദ്ധിപ്പിക്കുന്നതിനായി മുകളിലും താഴെയും കണ്ണെഴുതുന്നത് നല്ലതായിരിക്കും. ഇളം നിറങ്ങളിലുള്ള ഐ ഷാഡോയാണ് ഇത്തരം കണ്ണുകൾക്ക് യോജിച്ചത്. ഇളം ചുവപ്പ്, മഞ്ഞ കലർന്ന ചുവപ്പ്, ചുവപ്പ് കലർന്ന നീല. ഉയർന്ന കണ്ണുകളും ചെറിയ പോളകളുള്ള കണ്ണുകളും. ഇത്തരം കണ്ണുകൾക്ക് കടുത്ത നിറത്തിലുള്ള ഐ ഷാഡോ നൽകി അവയുടെ ഭംഗി വർദ്ധിപ്പിക്കാൻ സാധിക്കും. കൺപീലുകളുടെ ചുവട്ടിൽ ചേർത്ത് ഐലൈനർ ഉപയോഗിച്ച് വരച്ച് അവയുടെ വ്യാപ്തി വർദ്ധിച്ചതായി തോന്നിപ്പിക്കാൻ സാധിക്കും. കണ്ണുകൾക്കുള്ള കോസ്മെറ്റിക്സും മേക്കപ്പും. കണ്ണുകളിൽ കോസ്മെറ്റിക്സ് ഉപയോഗിക്കുമ്പോഴും മേക്കപ്പ് ചെയ്യുമ്പോഴും ഏറ്റവുമധികം ശ്രദ്ധിക്കേണ്ടത് കണ്ണുകളുടെ സുരക്ഷിതത്വമാണ്. കണ്ണുകളിൽ കോസ്മെറ്റിക്സ് ഉപയോഗിക്കുമ്പോൾ വൃത്തിയും ശുചിത്വവും പാലിച്ചില്ലെങ്കിൽ കണ്ണുകൾക്ക് വളരെ പെട്ടെന്ന് ഇൻഫെക്ഷൻ ബാധിക്കാൻ സാധ്യതയുണ്ട്. മേക്കപ്പ് സെറ്റ് കടം വാങ്ങുന്നതും കൊടുക്കുന്നതും ഒഴിവാക്കുന്നതാണ് ഉത്തമം. ഇവ ഉപയോഗിക്കുമ്പോൾ കൈകൾ വൃത്തിയുള്ളവയാണെന്ന് ഉറപ്പുവരുത്തുക. ഐ ഷാഡോ. കൺപോളകൾക്കും കണ്ണിന് ചുറ്റുമുള്ള ഭാഗങ്ങൾക്കും തിളക്കം നൽകാൻ വേണ്ടിയാണ് സാധാരണഗതിയിൽ ഐ ഷാഡോ ഉപയോഗിക്കുന്നത്. ഇത് വ്യത്യസ്ത നിറങ്ങളിൽ ലഭിക്കാറുണ്ട്. പകൽ സമയങ്ങളിലും രാത്രികാലങ്ങളിലും വ്യത്യസ്ത തരം ഐ ഷാഡോയാണ് ഉപയോഗിക്കേണ്ടത്. ഇത് വ്യത്യസ്ത നിറങ്ങളിലും ഷെയ്ഡുകളിലും ലഭിക്കുന്നു. ത്വക്കിന്റെ നിറം, കണ്ണുകളുടെ ആകൃതി, വലിപ്പം മുതലായ ഘടകങ്ങളെ ആസ്പദമാക്കിയാണ് ഐ ഷാഡോ തിരഞ്ഞെടുക്കേണ്ടത്. എല്ലാ നിറങ്ങളും എല്ലാവർക്കും യോജിക്കുകയില്ല. യോജിക്കുന്ന ഐ ഷാഡോ തിരഞ്ഞെടുക്കുന്നതിലും അത് ഉപയോഗിക്കുന്നതിലും ചില മാർഗനിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതായുണ്ട്. എങ്കിൽ മാത്രമേ ഉദ്ദേശിച്ച ഫലം സിദ്ധിക്കുകയുള്ളൂ. ഐ ഷാഡോ തിരഞ്ഞെടുക്കുമ്പോൾ അടിസ്ഥാനപരമായ ചില ടോണുകൾ നിർബന്ധമായും വേണ്ടിവരും. പുരികത്തിന് കീഴ്ഭാഗത്തായി ഉപയോഗിക്കാനുള്ള മങ്ങിയ നിറത്തിലുള്ള ഹൈലൈറ്റർ ഷെയ്ഡ്. കൺപോളകൾക്കുള്ള ഏതെങ്കിലും അടിസ്ഥാനപരമായ ഒരു നിറം. തിരഞ്ഞെടുക്കുന്ന ടോണുകൾ ഏതു തന്നെയായാലും അവ ഉപയോഗിക്കുന്ന രീതിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അതായത് കടുപ്പം കുറച്ച് ഉപയോഗിക്കുന്നതാവും ഉചിതം. വിവിധ വർണ്ണങ്ങളിലുള്ള ഐ ഷാഡോകൾ കലർത്തി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില വസ്തുതകളുണ്ട്. ത്വക്കിന്റെ നിറത്തിന് യോജിക്കുന്ന ഒന്നായിരിക്കണം ഐ ഷാഡോയുടേത്. ഒന്നിൽ കൂടുതൽ ഷെയ്ഡുകൾ കലർത്തി ഉപയോഗിക്കുമ്പോൾ വളരെ തന്മയത്വത്തോടു കൂടി വേണം അത് ചെയ്യേണ്ടത്. രണ്ട് നിറങ്ങളും തിരിച്ചറിയത്തക്കവണ്ണം വേണം കൂട്ടിക്കലർത്തേണ്ടത്. ഐ ഷാഡോയുടെ ഉപയോഗം. ഐ ഷാഡോ ഉപയോഗിക്കുമ്പോൾ മനസ്സിൽ കരുതേണ്ട ചില വസ്തുതകളാണ്. ഇളം നിറങ്ങൾ മുഖത്തിലുള്ള പാടുകൾ കൂടുതൽ വ്യക്തമാക്കും. എന്നാൽ കടുത്ത നിറങ്ങൾ അത്തരം പാടുകൾ മറച്ചുവെക്കും. ഒന്നാമത്തെ പടിയായി ചർമ്മത്തിന്റെ നിറവുമായി യോജിക്കുന്ന ഒരു ന്യൂട്രൽ കൺസീലർ അടിസ്ഥാനമായി ഉപയോഗിക്കുക. അതിനുശേഷം ഇളം നിറത്തിലുള്ള ഷെയ്ഡ് കൺപീലുകളുടെ ചുവട് തൊട്ട് പുരികം വരെ ബ്രഷ് ഉപയോഗിച്ച് പുരട്ടുക. താഴത്തെ കൺപോളകളിൽ മധ്യമമായ നിറം നൽകി അവയെ ബേസ് ഷെയ്ഡുമായി കലർത്തുക. വെളുത്ത ചർമ്മം, നല്ല കറുത്ത ചർമ്മം, കറുത്തതോ പ്ലാറ്റിനം നിറത്തിലുള്ളതോ ആയ തലമുടി, തവിട്ട് നിറത്തിലോ ചാരനിറത്തിലോ ഉള്ള കണ്ണുകൾ, ഇവയ്ക്കു മാത്രമേ നീല ഐ ഷാഡോ ഉപയോഗിക്കാവൂ.